ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ഭൂമിയിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏതു കാര്യവും സ്വർഗപിതാവ് നിറവേറ്റിത്തരും. ഭൂമിയിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗപിതാവ് നിറവേറ്റിത്തരും. വചനം കേട്ടല്ലോ അല്ലേ? അവൻ വീണ്ടും പറഞ്ഞു, ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. അപ്പൊ ഈ വീണ്ടും പറഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? വീണ്ടും പറഞ്ഞു എന്ന് വെച്ചാൽ എന്താ? ഞാൻ കേട്ടില്ല, ഞാൻ മനസ്സിലാക്കിയില്ല. അപ്പോൾ അതിന് പ്രാധാന്യമുള്ളത് കൊണ്ട് അവൻ വീണ്ടും പറഞ്ഞു. നീ കേൾക്കേണ്ട കാര്യമാണ്, ഞാൻ അറിയേണ്ട കാര്യമാണ്, മനസ്സിൽ ഉറപ്പിച്ചു വെക്കേണ്ട കാര്യം. അതുകൊണ്ടാ വീണ്ടും പറഞ്ഞു എന്താ? ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും നിറവേറ്റിത്തരും. പക്ഷെ ചോദ്യം എന്നറിയോ? പ്രീ റിക്വസ്റ്റ് എന്നറിയോ? യോജിപ്പുണ്ടോ? യോജിപ്പേ. കയ്യെ പിടിച്ചാൽ പോരാ, ഒരുമിച്ച് കെട്ടിപ്പിടിച്ചാൽ പോരാ, ഒരുമിച്ച് ഇരുന്നാൽ പോരാ, ചിരിച്ചാൽ പോരാ, ഹസ്തദാനം ചെയ്താൽ പോരാ. ഉള്ളിൻ്റെ യോജിപ്പ്, അകവും പുറവും ഒരുപോലെ യോജിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് സ്നേഹിച്ച് ചോദിച്ചാൽ സ്വർഗം താഴെ വരുമെന്ന വചനം. നമ്മൾ ചോദിക്കും, കിട്ടില്ല. കാരണം യോജിപ്പില്ല. അപ്പന് മകനോടില്ല, മകൾക്ക് അമ്മയോടില്ല, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലില്ല, സ്നേഹിതരെന്ന് ഭാവിക്കുന്നവർ തമ്മിലില്ല. യോജിക്ക്. അപ്പൊ സ്വർഗം നമ്മോട് യോജിക്കും. ഭൂമിയിൽ രണ്ടുപേർ യോജിച്ചു ചോദിക്കുന്ന ഏതു കാര്യവും സ്വർഗപിതാവ് നിറവേറ്റിടും. ആമേൻ ആമേൻ.